സീറോ മലബാർ സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റിനൊപ്പം ചേരുന്നത്. പിതാവേ, ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും. പുതിയ ഈ ഒരു ദൗത്യത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അതോ വെല്ലുവിളി നിറഞ്ഞതാണോ? പ്രതീക്ഷയില്ലാത്തവൻ ക്രിസ്ത്യാനിയല്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യാശ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രതിസന്ധിയെ എങ്ങനെ പരിഹരിക്കാം? പ്രതിസന്ധികളെല്ലാം തന്നെ പ്രതിവിധികൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എല്ലാവരും കേൾക്കുകയും എല്ലാവരുടെയും കൂട്ടായ ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഞാനൊരു പ്രതിവിധിയെ സംബന്ധിച്ച് ഒരു സെറ്റ് പാറ്റേൺ ഒന്നും എൻ്റെ കയ്യിലില്ല. ബട്ട് ഗ്രാജുവലി സ്ലോലി വീണ്ടും കുർബാന വിഷയത്തിലടക്കം ഒരു ചർച്ച ഉണ്ടാകും. കുർബാന വിഷയത്തിലടക്കമല്ല, എല്ലാ പ്രതിസന്ധികളെ സംബന്ധിച്ചും ചർച്ചയുണ്ടാകും. മാർപ്പാപ്പയുടെ ഉത്തരവിനപ്പുറം ഒരു നടപടി ഉണ്ടാകാൻ സാധിക്കുമോ? അത് എങ്ങനെയാണ് മാർപ്പാപ്പ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം, സീറോ മലബാർ സഭയോട് പറഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെ നടപ്പാക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഞാൻ അവരെ കേട്ടട്ടെ. പ്രഥമ പരിഗണന ഈ എറണാകുളം ബസിലിക്ക തുറക്കുന്ന കാര്യത്തിലായിരിക്കും അതോ കുർബാന വിഷയത്തിൽ? ഒരു പ്രഥമ പരിഗണന ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ചാർജ് എടുക്കുന്നു, ഞാൻ എല്ലാവരും കേട്ട ശേഷം പരിഗണനകളൊക്കെ നിശ്ചയിക്കും. ഇപ്പോൾ ഒരു പ്രഥമ പരിഗണന എനിക്കില്ല.